നമസ്കാരം. വൈന്യൂസ് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ വായിക്കുന്നത് ഷിജി ജോയ്ക്കുട്ടി. വൈന്യൂസ് പ്രഭാത വാർത്തകൾ. ഒറ്റ മഴയിൽ മുങ്ങി ഗൾഫ്, മഴക്കെടുതി, കോടികളുടെ നഷ്ടം. UAEയിൽ മാനം തെളിയുന്നു. ഒരു വർഷം ലഭിക്കേണ്ട മഴ ഒറ്റ ദിവസം പെയ്തു. ജീവിതം സാധാരണ നിലയിലാക്കാൻ തീവ്ര ശ്രമം. ന്യൂനമർദ്ദമാണ് ഗൾഫ് മേഖലയിൽ കനത്ത മഴയ്ക്ക് കാരണം. എൽ നീനോ പിൻവാങ്ങി, പസഫിക് തണുത്തു, ഇനി ലാനിനയ്ക്ക് സാധ്യത. ലോക കാലാവസ്ഥയിലെ അവ്യക്തമായ മാറാൻ ജൂൺ വരെ കാത്തിരിക്കണമെന്ന് ശാസ്ത്രജ്ഞർ. വിലക്കു ലംഘിച്ചു, രാഷ്ട്രീയ പ്രസംഗവുമായി ബ്രിട്ടാസ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. പ്രസംഗം കേരള വാഴ്സിറ്റി ക്യാമ്പസിൽ ഇടത് സംഘടനയുടെ പരിപാടിയിൽ. മദ്യപാനം, സ്വകാര്യ ബസ്സിലും പരിശോധന. ആദ്യ വോട്ട് നാളെ. DD ന്യൂസിന് നിറം മാറ്റം. 100 വയസ്സ് പിന്നിട്ട് 174 വോട്ടർമാർ. വീട്ടിൽ വോട്ട് ചെയ്ത് 718 പേർ. മോദി പ്രധാനമന്ത്രിയോ പൂജാരിയോ? D രാജ. UDF കുടുംബയോഗങ്ങൾ തുടങ്ങി. 2.5 വയസ്സുകാരനും മുത്തശ്ശിക്കും നേരെ തെരുവുനായ ആക്രമണം. അമേഠിയിൽ രാഹുൽ മത്സരിച്ചേക്കും. കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കും. ഗാസ വെടിനിർത്തൽ ചർച്ച പാളുന്നു. ഇറാന് തിരിച്ചടി. ഇസ്രായേൽ. ഇറാനോട് പ്രതികാരത്തിന് ഇസ്രായേൽ തീരുമാനം എടുത്തതായി ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി. ഡ്രൈവിംഗ് സ്കൂളുകാർ ഇടപെടുന്നു. ടെസ്റ്റിൽ വീഴ്ചയെന്ന് CAG. നാളെ 1-ാം ഘട്ടം. തുല്യശക്തിയുടെ പോരാട്ടം. കണക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇന്ത്യ സഖ്യം. ലീഡ് മെച്ചപ്പെടുത്താൻ BJP. രാമവിഗ്രഹത്തിൽ സൂര്യതിലകം. അയോധ്യ ഭക്തി സാന്ദ്രം. ഇനി നമുക്ക് കായിക വാർത്തയിലേക്ക് കടക്കാം. കായിക വാർത്തകൾ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിലെ വിവാദങ്ങളെക്കുറിച്ച് PT ഉഷ പ്രതികരിക്കുന്നു. പദവികളിലേക്ക് ഉള്ള താരങ്ങൾ വരട്ടെ. ശ്രീശങ്കറിന് പരുക്ക്. ഷാങ്ഹായ് ഡയമണ്ട് ലീഗ് നഷ്ടമാകും. ശ്രേയസ് അയ്യർക്ക് 12 ലക്ഷം രൂപ പിഴ. ഗുജറാത്തിനെതിരെ ചെറിയ സ്കോറിൽ ഒതുക്കിയ ഡൽഹിക്ക് 6 വിക്കറ്റ് ജയം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ. PSG vs ഡോർട്ട്മുണ്ട്. ബാഴ്സലോണയെ കീഴടക്കി എംബാപ്പെ. പുതുമുഖങ്ങൾക്ക് ഇടമില്ല. ഇന്ത്യയുടെ 2020 ലോകകപ്പ് ടീമിൽ പരിചയസമ്പന്നർ മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ. ഓപ്പണിംഗ് രോഹിത്തിനൊപ്പം കോഹ്ലി. ജൂനിയർ ബാസ്കറ്റ്ബോൾ നാളെ മുതൽ. ഇതോടെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.